അപ്പോൾ ഈ കണക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം മൂത്തേടം എന്ന് പറയുന്നതും UDF-ന് വലിയ തോതിൽ സ്വാധീനമുള്ള ഒരു പഞ്ചായത്താണ്. വഴിക്കടവ് പോലെ തന്നെ വഴിക്കടവും മൂത്തേടവുമാണ് UDF-ന്റെ ഏറ്റവും വലിയ പ്രതീക്ഷാ കേന്ദ്രങ്ങൾ എന്ന് പറയാം. മറ്റു പഞ്ചായത്തുകളും അതുപോലെ ഉണ്ട്. പക്ഷേ LDF-ന് നേർക്കുനേർ നിന്ന് കൂടുതൽ ശക്തമായി ഫൈറ്റ് ചെയ്യാൻ കഴിയുന്ന പഞ്ചായത്തുകൾ എടക്കരയും ചുങ്കത്തറയിലുമൊക്കെ ആ നിലയിൽ കണക്കൂട്ടപ്പെടുന്ന പഞ്ചായത്ത്. ചുങ്കത്തറയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പറഞ്ഞ പോലെ VV പ്രകാശിന്റെ വിഷയവും മറുഭാഗത്ത് ചുങ്കത്തറ. അതെ. അപ്പോൾ അവിടെ ഈ രണ്ട് പഞ്ചായത്ത് പോലെ അല്ല അതിന്റെ സ്വഭാവം എന്നാണ് സൂചിപ്പിക്കാൻ ശ്രമിച്ചത്. അങ്ങനെ ആ രണ്ട് പഞ്ചായത്ത് പോകും. അപ്പോൾ 4 ആയില്ലേ. പിന്നീട് വരുന്നത് നഗരസഭ വരും. ഇത് വേറെ കാര്യമുണ്ടോ? നോക്കൂ, 2370 ആ ഒരു ലീഡിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ പലതരത്തിലുള്ള കണക്കുകളുണ്ട്. നമ്മൾ 1774 വരുന്നു, ചിലയിടങ്ങളിൽ 2300 വന്നിട്ടുണ്ട്. പക്ഷേ 2300 വന്നിട്ട് കുറെ സമയമായി. അപ്പോൾ ഏകദേശം അത് ആ റൗണ്ടിന്റെ കൺക്ലൂഷൻ എനിക്ക് തോന്നുന്നു അതാ മുത്തേടവും നേരത്തെ വഴിക്കടവിൽ കണ്ട ട്രെൻഡിൽ തന്നെ മുത്തേടവും നിൽക്കുകയാണ് ഏതാണ്ട്. അതെ. കാരണം നമ്മൾ കണ്ടത് 3-ാം റൗണ്ട് അവസാനിക്കുമ്പോൾ 1500 എത്തിയിട്ടില്ല. അരേടൻ ഷൗക്കത്ത് 1500 എത്തിയിട്ടില്ല. 1500 അടുത്ത് 473 അതെ 1470 അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിനകത്ത് വഴിക്കടവിന്റെ ചില ബൂത്തുകൾ 4 ബൂത്തുകളുണ്ട്. മുത്തേടത്തിന്റെ 10 ബൂത്തുകളുണ്ട്. അതുകൂടി ചേരുന്നതാണ് ഈ 4ാമത്തെ റൗണ്ട് എന്ന് പറയുന്നത്. ആ 4ാം റൗണ്ടിന്റെ കൺക്ലൂഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അധികം വൈകാതെ അതിന്റെ വിശദാംശങ്ങൾ വരും. ശ്രദ്ധിക്കേണ്ട ആളുകൾക്ക് കുറച്ചുകൂടി സൗകര്യപ്രദമായി പറയാം. വഴിക്കടവിൽ UDF എത്ര ലീഡാണോ പ്രതീക്ഷിച്ചത്, പലതവണ നമ്മൾ പറഞ്ഞു അതൊരു 3000 മുതൽ 4000 വരെ ആയിരുന്നു. പക്ഷെ അതിന്റെ പകുതിക്കും താഴെ അല്ലെ പകുതിയോളം മാത്രമേ നേടാനായുള്ളൂ. ശ്രദ്ധിക്കുക, മൂത്തയിടത്ത് UDF-ന്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് 2500 ആണ്. 2500-നും 3000-നും ഇടയിൽ 2500-നും 3000-നും ഇടയിലൊക്കെ ഒരു ലീഡ് മൂത്തയിടത്ത് അവർ പ്രതീക്ഷിക്കുന്നത്. അതിലേക്ക് അത് എത്തുന്നുണ്ടോ? UDF-ന്റെ ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് ആ പഞ്ചായത്തിലെ ലീഡ് എത്തിയിട്ടുണ്ടോ എന്ന് LDF-ഉം ആകാംക്ഷയോടെ നോക്കുക. ആ ഘട്ടമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഒരു നിർണായക ഘട്ടം തന്നെയാണ്. ഏറ്റവും ആവേശകരമായ 4ാം റൗണ്ട് 4-ഉം 5-ഉമാണ് ഈ കണക്കുകൂട്ടലുകളിൽ ഒരു വ്യക്തത വരുത്താൻ പോകുന്നത്. കാരണം 5ാം റൗണ്ട് കഴിയുമ്പോൾ മൂത്തേടം കഴിയും. അപ്പോൾ മൂത്തേടം UDF-ന്റെ ഉറച്ച കോട്ടകൾ കഴിയും. അതിൽ അവർ പ്രതീക്ഷിച്ച പോലെ ഒരു 3000-ന്റെ ലീഡിലേക്ക് മൂത്തേടത്ത് അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? വഴിക്കടവിൽ കഴിഞ്ഞിട്ടില്ല. അതാണ് ഈ പറയുന്ന വഴിക്കടവിൽ ഒരു 4000-ഉം മൂത്തേടത്ത് ഒരു 3000-ഉം കിട്ടിയ ഒരു 7000 വോട്ടിന്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള 7500 വോട്ടിന്റെ ഒരു ലീഡ് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പഞ്ചായത്തിലേക്ക് പോകാം എന്നാണ് UDF കണക്കുകൂട്ടിയത്. പക്ഷേ അവിടേക്ക് എത്തുന്ന ഒരു രീതി ഇപ്പോൾ കാണുന്നില്ല. പക്ഷേ മൂത്തേടം എങ്ങനെ UDF-നെ എത്രമാത്രം തുണയ്ക്കും എന്നുള്ളത് വളരെ കൗതുകകരമായ ഒരു അന്വേഷണമാണ്. നമുക്ക് കാത്തിരിക്കാം. അധികം വൈകാതെ തന്നെ അതിലേക്ക് നമ്മൾക്ക് എത്താനാകും. 4ാം റൗണ്ട് ഇപ്പോൾ തീരും. പറഞ്ഞു തീരുന്ന നേരം കൊണ്ട് തീരും. മിന്നൽ പോലെ പോകുന്നത്. അതെ, 4ാം റൗണ്ട് കഴിഞ്ഞ് 4ാം റൗണ്ടിലെ പെർഫോമൻസ് എത്ര എന്നുള്ളതനുസരിച്ച് നമുക്ക് സ്വാലിഹിനോടും കുട്ടനോടും ഒക്കെ സംസാരിക്കുകയും ചെയ്യാം. 4ാം റൗണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ നിന്നുള്ള വിവരങ്ങൾക്ക് വേണ്ടി നമ്മളിങ്ങനെ പ്രതീക്ഷയോടെ നിൽക്കുന്നു. അപ്പോൾ വഴിക്കടവിനെ കുറിച്ചൊക്കെ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ മൂത്തേടം എന്നുള്ളത് 2017 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അങ്ങനെ നോക്കിയാൽ 2000 കടന്നിരിക്കുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട 2 പഞ്ചായത്തുകൾ. ഒരു പഞ്ചായത്ത് കഴിഞ്ഞു, രണ്ടാമത്തെ പഞ്ചായത്തിന്റെ ഒരു മേജർ പോർഷൻ ഇപ്പൊ കഴിയുകയാണ്, പകുതിയോളം അല്ലേ? അതെ, അപ്പോഴും ഈ ലീഡ് മാത്രമേ കാണുന്നുള്ളൂ. UDF-ന്റെ കണക്ക് ആധാരമാക്കിയാണ് പറയുന്നത് കേട്ടോ. UDF-ന്റെ കണക്കനുസരിച്ച് UDF ഏറ്റവും കൂടുതൽ കോൺഫിഡൻ്റ് ആയി നിൽക്കുന്ന 2 പഞ്ചായത്തുകളിൽ അവർക്ക് ആ നിലയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള അനുഭവം. വോട്ടെണ്ണുമ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു പോകാൻ കഴിയൂ. കാരണം ഇനി വരാൻ പോകുന്ന റൗണ്ടുകൾ എങ്ങനെ. പക്ഷെ അപ്പോഴും മനു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലാകെ കാണുന്ന ഒരു ട്രെൻഡുണ്ട്. ഒരു പ്രദേശത്ത് ജനങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ ഒരു തുടർച്ച പല പ്രദേശങ്ങളിലും ഉണ്ട്. ഒരു മെക്സിക്കൻ വേവ് പലപ്പോഴും കാണാറുണ്ട്. അത് പ്രത്യേകിച്ച് ഈ വിഷയങ്ങൾ മുൻകാലങ്ങളെക്കാൾ അധികം ഈ വളരെ യൂണീക്കായി ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു കാലമാണ്. അത് സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനമുണ്ട്, മാധ്യമ സ്വാധീനമുണ്ട്. ഇതെല്ലാം കുറെ കൂടി സ്ഥാനാർത്ഥിയുടെ നിലപാടുകളുടെ സ്വാധീനം, ഇത് ആളുകളിൽ എത്തുന്നതിന് പഴയ കാലത്തേക്കാൾ കുറെ കൂടി അവസരങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വഴിക്കടവിൽ ചിന്തിക്കുന്നത് കുറേയൊക്കെ മുത്തേടത്ത് ചിന്തിക്കുന്നത് എടക്കരയിലും ഒക്കെ റിഫ്ലക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രാദേശികമായ വിഷയങ്ങൾ, സ്വാധീനങ്ങൾ, ഇതായിരിക്കും ഏറ്റക്കുറച്ചിൽ സൃഷ്ടിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവത്തിൽ നിന്നാണ്. പക്ഷേ UDF ക്യാമ്പ് നിശ്ചയമായും അവരുടെ ആത്മവിശ്വാസത്തിനും ജയത്തിലേക്ക് തന്നെ പോകും എന്ന അവരുടെ ആത്മവിശ്വാസത്തിനും ഒരു കുറവുണ്ടാകാൻ വഴിയില്ല. അതങ്ങനെ പോകുന്നു. പക്ഷേ LDF വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. കാരണം അവരുടെ കണക്കുകൂട്ടലുകൾ ഏതാണ്ട് ശരിയായി തന്നെ ഇതുവരെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വഴിക്കടവ് കഴിയുമ്പോൾ എന്നാൽ ഇനി അവസാനിപ്പിക്കാം എന്നൊരു തോന്നൽ നൽകുന്ന യാതൊരു കാര്യവും LDF-നെ സംബന്ധിച്ചില്ല. വലിയ പ്രതീക്ഷ അല്ലെങ്കിൽ കണക്കുകൂട്ടലുകൾ ജനങ്ങളുടെ പൾസിനെ സംബന്ധിച്ച് LDF എന്താണോ കണക്ക് കൂട്ടിയത് അത് കൃത്യമായി ഒരു പഞ്ചായത്ത് വെച്ച് പറയാൻ കഴിയും. വഴിക്കടവിൽ LDF കണക്കൂട്ടിയതാണ് ശരിയായത്, UDF കണക്കൂട്ടിയതല്ല.
അപ്പോൾ ഏതായാലും 4 റൗണ്ടുകളിലും UDF മുന്നിലെന്ന് പറയുന്നു. പക്ഷേ ഒരു ഘട്ടത്തിലും അവരുടെ പ്രതീക്ഷയ്ക്കടുത്ത് ലീഡിലേക്ക് അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്നതാണ് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ 3-ാം റൗണ്ടിൽ വെറും 230 വോട്ട് മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് 4 റൗണ്ടിന്റെ പകുതിയും ഏകദേശം പൂർണ്ണമായിരിക്കുന്നു. അതായത് വഴിക്കടവ് പഞ്ചായത്ത് കഴിഞ്ഞ് മുത്തേടത്തിന്റെ ആദ്യ 10 ബൂത്തുകളും ഏകദേശം എണ്ണി കഴിയാറായിരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് കഴിയാൻ. ഈ സമയത്ത് അവർ പ്രതീക്ഷിച്ചിരുന്നത് അതായത് വഴിക്കടവ് പഞ്ചായത്ത് പൂർത്തിയായി മുത്തേടത്തിന്റെ ആദ്യ പകുതി വരുമ്പോൾ 5000-ന് മുകളിൽ ലീഡായിരുന്നു. അത് നടന്നിട്ടില്ല. ഇപ്പോൾ നിലവിൽ ഒരു 2000 ചില്ലറ അല്ലേ, അതിലോട്ടാണ് എത്തി നിൽക്കുന്നത്. അതായത് UDF തുടക്കം മുതൽ ലീഡ് നിലനിർത്തുന്നു എന്ന് പറയുന്ന ഒരു നിരീക്ഷണം നടത്തുമ്പോൾ തന്നെ ശക്തമായ മത്സരമാണ് നിലമ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാവുന്ന ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. കാരണം ശക്തി കേന്ദ്രങ്ങളിൽ ദുർബലമായിട്ടുണ്ട് UDF. അവർ പ്രതീക്ഷിച്ച നിലയിലേക്ക് അവർക്ക് ലീഡ് നേടാനേ കഴിഞ്ഞിട്ടില്ല എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 1-ാമത്തെ റൗണ്ടിൽ 419, 2-ാം റൗണ്ടിൽ 800-ൽ പരം വോട്ടും, 3-ാം റൗണ്ടിൽ വന്നപ്പോൾ അത് 200-ആയി ചുരുങ്ങി. ഇങ്ങനെ UDF-ന്റെ ലീഡ് വഴിക്കടവിൽ ചുരുങ്ങിയത് അവർ പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള ഒരു തിരിച്ചടിയാണ്. എന്നാൽ LDF-ന്റെ സ്വാധീന മേഖലകളിൽ അവർക്ക് പ്രതീക്ഷിച്ചത് നിലനിർത്താൻ പറ്റി. അതുകൊണ്ടാണ് 3-ാം റൗണ്ടിൽ ഷൗക്കത്തിന്റെ ലീഡ് 230 പോയത്. അതെ, ലീഡ് വളരെ ചെറിയ ലീഡേ ഉള്ളൂ. പക്ഷേ എന്താണെന്നറിയോ, അവിടെ LDF-ന് സ്വാധീനം ഉള്ളത് കൊണ്ട് കൂടിയാണ് LDF-ന്റെ വോട്ട് കുറയുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, അവർക്ക് നിലനിർത്താൻ പറ്റി. കാരണം അതിനെ ബ്രേക്ക് ചെയ്ത് പോകാൻ 3-ാം റൗണ്ടിൽ കഴിഞ്ഞിട്ടില്ല.